അമേരിക്കൻ വീഥികളെ വീണ്ടും ഭീതിയുടെയും ആശങ്കയുടെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇൻ ആൻഡ് ഔട്ട് റെസ്റ്റോറന്റിന് സമീപം ക്രൂരമായ വെടിവെപ്പ് സംഭവിച്ചിരിക്കുകയാണ്. ഐഡാഹോയിലെ ശാന്തമായ ട്വിൻ ഫോൾസ് നഗരത്തെ നടുക്കിയ ഈ അക്രമ സംഭവത്തിൽ കുറഞ്ഞത് 3 പേരെങ്കിലും കൊല്ലപ്പെടുകയും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി പ്രാദേശിക ഭരണകൂടവും പോലീസും സ്ഥിരീകരിച്ചു. പ്രദേശത്തെ വൻകിട വാണിജ്യ കേന്ദ്രത്തിന് സമീപം പെട്ടെന്നുണ്ടായ അക്രമം പ്രദേശവാസികളെയും ഭരണകൂടത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. സ്ഥലത്തുണ്ടായ അതിവേഗ അക്രമങ്ങൾക്കൊടുവിൽ അക്രമിയെന്ന് സംശയിക്കുന്ന തോക്കുധാരിയും കൊല്ലപ്പെട്ടതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണോ അതോ അക്രമി സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു എന്ന കാര്യം വ്യക്തമല്ലെങ്കിലും അക്രമിയുടെ മരണം കൂടുതൽ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചുവെന്നാണ് കരുതുന്നത്. എന്നാൽ സംഭവ സ്ഥലത്തെ തെളിവെടുപ്പുകളും രക്ഷാപ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് അധികാരികൾ മുന്നറിയിപ്പ് നൽകുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അതിക്രൂരമായ ചില ദൃശ്യങ്ങൾ ഈ സംഭവത്തിന്റെ ഭീകരത ഇരട്ടിപ്പിക്കുന്നതാണ്. പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു ടെസ്ല കാറിന് നേരെ അക്രമി തുടരെ വെടിയുതിർക്കുന്ന കാഴ്ചകളാണ് വീഡിയോയിലുള്ളത്. എങ്കിലും ഈ ദൃശ്യങ്ങളുടെ വിശ്വസനീയതയും അവ യഥാർത്ഥത്തിൽ ഈ സംഭവ സ്ഥലത്ത് നിന്ന് പകർത്തിയതാണോ എന്നതും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ പോലീസും അന്വേഷണ ഏജൻസികളും ഇപ്പോഴും തയ്യാറായിട്ടില്ല. ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്ന ഉടൻ തന്നെ ഐഡാഹോ ഗവർണർ ബ്രാഡ് ലിറ്റിൽ നഗരവാസികൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുന്നത് വരെ ജനങ്ങൾ സംഭവ സ്ഥലത്തേക്ക് പോകരുതെന്നും പൂർണ്ണമായും പ്രദേശം ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് നിലവിൽ പ്രഥമ പരിഗണന നൽകുന്നതെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. ഐഡാഹോ അറ്റോർണി ജനറൽ റൗൾ ലാബ്രഡോറും സംഭവത്തിൽ ശക്തമായ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. നിയമനിർവഹണ ഏജൻസികൾ പ്രദേശം പൂർണ്ണമായും സുരക്ഷിതമാക്കുന്നതുവരെ ജനങ്ങൾ വീടുകൾക്കുള്ളിൽ തന്നെ തുടരുന്നതാണ് നല്ലതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന ഭരണകൂടത്തിന്റെ പൂർണ്ണ പിന്തുണ അന്വേഷണ സംഘത്തിന് നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. നടന്ന വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ വൻ പോലീസ് വ്യൂഹവും ഫയർഫോഴ്സും പാരാമെഡിക്കൽ ജീവനക്കാരും സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തി. അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും പരിക്കേറ്റവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി ആശുപത്രികളിലേക്ക് മാറ്റുന്നതിലും ദുരന്ത നിവാരണ സേന മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. മിനിറ്റുകൾക്കുള്ളിൽ പ്രദേശം പൂർണ്ണമായും പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് അടയ്ക്കുകയും ചെയ്തു. ആക്രമണത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ്. ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൂട്ടക്കൊലയാണോ അതോ വ്യക്തിപരമായി എന്തെങ്കിലും വൈരാഗ്യത്തിന് പുറത്ത് നടന്നതാണോ എന്ന കാര്യം വിശദമായ അന്വേഷണത്തിന് ശേഷമേ വ്യക്തമാവൂ. അക്രമിയുടെ പശ്ചാത്തലവും മുൻകാല കുറ്റകൃത്യങ്ങളിൽ പങ്കാളിത്തമുണ്ടോ എന്ന കാര്യവും അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. സാധാരണയായി ജനത്തിരക്കുള്ള റെസ്റ്റോറന്റ് പരിസരത്ത് ഇത്തരമൊരു ആക്രമണം നടന്നത് അവിടെ ഉണ്ടായിരുന്ന ഉപഭോക്താക്കളെയും വഴിയാത്രക്കാരെയും കടുത്ത ഭീതിയിലാഴ്ത്തി. വെടിയൊച്ച കേട്ടതോടെ ആളുകൾ നാട് വിട്ടോടുകയും സുരക്ഷിത സ്ഥാനങ്ങളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തതായി ദൃക്സാക്ഷികൾ പറയുന്നു. പെട്ടെന്നുണ്ടായ അക്രമത്തിൽ ഭയന്നു വിറച്ച പലരും ഇപ്പോഴും ആ നടുക്കത്തിൽ നിന്ന് മുക്തരായിട്ടില്ല. അമേരിക്കയിൽ തോക്കുപയോഗിച്ചുള്ള അക്രമങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ സംഭവവും ഉണ്ടായത്. പൊതുസ്ഥലങ്ങളിലും വ്യാപാര കേന്ദ്രങ്ങളിലും പോലും സാധാരണക്കാരുടെ ജീവന് യാതൊരു സുരക്ഷയുമില്ലെന്ന അവസ്ഥ വീണ്ടും വലിയ രാഷ്ട്രീയ വിചാരണകൾക്ക് വഴി തുറക്കുകയാണ്. തോക്ക് നിയന്ത്രണ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്ന ആവശ്യത്തിന് ഈ സംഭവം വീണ്ടും വേഗം കൂട്ടും. പരിക്കേറ്റ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്ന് പ്രദേശത്തെ ആശുപത്രി അധികൃതർ അറിയിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അടിയന്തര ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾ നൽകി വരികയാണ്. ഇവർ ജീവൻ വീണ്ടെടുക്കാൻ പോരാടുമ്പോൾ സംഭവത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ അവസ്ഥയും വിവരണാതീതമായി തുടരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വ്യാജ പ്രചരണങ്ങളിലും ദൃശ്യങ്ങളിലും വീഴരുതെന്ന് പോലീസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി അന്വേഷണ പുരോഗതി പുറത്തുവിടുന്നത് വരെ കാത്തിരിക്കണമെന്നും പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കണമെന്നും അധികൃതർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ഫോറൻസിക് വിദഗ്ധരും ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും സംഭവ സ്ഥലത്ത് അടിയന്തര തെളിവെടുപ്പ് നടത്തി വരികയാണ്. വെടിയുണ്ടകളുടെ അവശിഷ്ടങ്ങൾ, CCTV ദൃശ്യങ്ങൾ, കൊല്ലപ്പെട്ടവരുടെ സാമഗ്രികൾ എന്നിവ ശേഖരിച്ച് കേസിന് ബലമേക്കാനുള്ള ശ്രമങ്ങളിലാണ് അധികൃതർ. വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തത കേസിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുന്നതിനോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് എല്ലാവിധ വൈദ്യുത സഹായവും സൗജന്യമായി നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു.
ഈ കറുത്ത ദിനം ഐഡാഹോയുടെ ചരിത്രത്തിൽ വലിയൊരു ആഘാതമായി മാറിയിട്ടുണ്ട്. നഗരത്തിലെങ്ങും അതീവ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ്. അക്രമം നടന്ന ഇൻ ആൻഡ് ഔട്ട് റെസ്റ്റോറന്റും പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളും താൽക്കാലികമായി അടച്ചിടാൻ ഉത്തരവിട്ടിട്ടുണ്ട്. തെളിവുകൾ നശിച്ചു പോകാതിരിക്കാനും അന്വേഷണം തടസ്സപ്പെടാതിരിക്കാനുമാണ് ഈ നടപടി. മേഖലയിലെ റോഡ് ഗതാഗതവും പോലീസ് കർശനമായി നിയന്ത്രിക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അമേരിക്കൻ പ്രാദേശിക മാധ്യമങ്ങളിലും ദേശീയതലത്തിലും ഈ സംഭവം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തോക്ക് സംസ്കാരം സൃഷ്ടിക്കുന്ന ഭീഷണികളെ കുറിച്ച് രാജ്യം വീണ്ടും ചിന്തിക്കേണ്ട സമയമായെന്ന് ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. അന്വേഷണം പുരോഗമിക്കും തോറും കൂടുതൽ നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശം മുഴുവൻ. ഐഡാഹോ സംസ്ഥാനത്തെ ഉടനീളം ഞെട്ടിച്ച ഈ ദാരുണ സംഭവം സമാധാനപരമായ അന്തരീക്ഷത്തിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിൽ പെട്ടെന്നുണ്ടാക്കിയ മുറിവ് എളുപ്പത്തിൽ ഉണങ്ങുന്നതല്ല. ദുരന്തബാധിതർക്ക് നീതി ഉറപ്പാക്കുമെന്നും അക്രമത്തിന്റെ പിന്നിലുള്ള എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരുമെന്നും അധികാരികൾ രാജ്യത്തിന് ഉറപ്പ് നൽകുന്നുണ്ട്.